സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ DVLA നമുക്ക് നമ്മുടെ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കാറിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഓണർഷിപ്പ് UKയിൽ DVLAയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ എന്താ പറയുക, പോസ്റ്റ് ഓഫീസിൽ പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. ചെയ്ത് കംപ്ലീറ്റ് ആവുന്ന ആ മൊമെൻറ്റ് തൊട്ട് വണ്ടി പുതിയ ഓണറുടെ പേരിലായിരിക്കും. അപ്പോൾ DVLA ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഓൺലൈൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് DVLAയുടെ സൈറ്റ് ഫസ്റ്റ് തന്നെ ഓപ്പൺ ആയിട്ട് വരും. ആ സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വിറ്റാലും നമ്മൾ വാങ്ങിയാലും നമുക്ക് സെയിം സൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അതിലിങ്ങനെ മറിച്ച് നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി V5C നമുക്ക് യു കാനോട്ട് യൂസ് ദിസ് സർവീസ് ഇഫ് യു ഹാവ് ഓൾറെഡി സെൻഡ് യുവർ ലോഗ് ബുക്ക്. നമുക്ക് അതായത് ഒരു പ്രാവശ്യം നമ്മൾ എന്താ പറയുക, നമ്മളിത് ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ ഇത് അയച്ചു കൊടുക്കാതെ തന്നെ ചെയ്യാനുള്ളൊരു ഇതാണിത്. സർവീസ് നമുക്ക് 7 AM to 7 PM വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ ചോദിക്കും, മോട്ടോ ട്രേഡർ ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളല്ല, അപ്പോൾ നമ്മളത് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ചോദിക്കും വാട്ട് യു ഹാവ് ഡൺ വിത്ത് യുവർ കാർ സോൾഡ്. അപ്പോൾ നമുക്ക് സോൾഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നമുക്കത് സക്സസ്ഫുൾ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സോൾഡ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഡിഡ് യു സെൽ ദ വെഹിക്കിൾ ടു എ പ്രൈവറ്റ്ലി ഓർ ടു എ മോട്ടോ ട്രേഡർ. മോസ്റ്റ്ലി നമ്മൾ എന്തായാലും ഒരു പ്രൈവറ്റ് പാർട്ടിക്കായിരിക്കും കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ മോട്ടോ ട്രേഡർക്ക് അപൂർവമായിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഏതാ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് സോൾഡ് ഇറ്റ് പ്രൈവറ്റ്ലി ടു എ പേഴ്സൺ ഓർ എ ബിസിനസ്, അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകണം എന്നുള്ളൂ. അപ്പോൾ സോൾഡ് യുവർ വെഹിക്കിൾ ടു എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ബിസിനസ്, നമ്മളത് ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഇനിയാണ് ശരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇനി നമുക്ക് വേറെ ഫീസോ കാര്യങ്ങളോ അടക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇവിടെ ടെൽ DVLA എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ടെൽ DVLAയിൽ പോകുമ്പോൾ നമ്മളോട് ചോദിക്കും ഡീറ്റെയിൽസ് ഓഫ് ദ വെഹിക്കിൾ ബീയിങ് സോൾഡ്. അതിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ചോദിക്കും. അപ്പോൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരെണ്ണം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു. അതിനുശേഷം ലേറ്റസ്റ്റ് V5 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് റെഫറൻസ് നമ്പർ. ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു 11 അക്ക നമ്പറായിരിക്കും. ഈ നമ്പർ നിങ്ങളുടെ V5 ഫോമിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിലായിട്ടുണ്ടാകും. അതായത് യുണൈറ്റഡ് കിങ്ഡം UK രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൻ്റെ താഴെ രജിസ്റ്റേർഡ് കീപ്പറിൻ്റെ താഴെ ഒരു 11 അക്ക നമ്പർ ഉണ്ടായിരിക്കും ഫസ്റ്റ് പേജിൽ തന്നെ. ആ നമ്പറാണ് നമ്മളിതിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്പർ അടിച്ചു കൊടുത്തു. നമ്മൾ ആ നമ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് അല്ലേ എന്ന്. അതിനുശേഷം ഡു യു വാണ്ട് ഇമെയിൽ കൺഫർമേഷൻ, ഡെഫിനറ്റ്ലി നമ്മളത് യെസ് കൊടുക്കണം. നമ്മളൊരു ഇമെയിൽ കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെല്ലറിൻ്റെ ഒരു ഇമെയിൽ ID ചോദിക്കും. ആ ഇമെയിൽ ID നമ്മൾ അതിന് ശേഷം നമ്മളത് ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ കൊടുത്ത് നമ്മൾ ചെയ്ത് നമ്മളൊന്നും കൂടി മെയിൽ ID ചെക്ക് ചെയ്യാണ് കറക്റ്റ് ആണോ എന്ന്. കാരണം നമുക്ക് ഈ ഒരു കൺഫർമേഷൻ കിട്ടും, നമ്മുടെ ഒരു എന്താ പറയുക ഒരു മനസ്സമാധാനത്തെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ആ ഒരു ഇമെയിൽ ID കൊടുക്കാം. അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം എൻ്റർ ന്യൂ കീപ്പർ ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾ ആ വണ്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആരാണോ നിങ്ങളുടെ വണ്ടി വാങ്ങുന്നത് അയാളുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ അവരുടെ ഡീറ്റെയിൽസാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേരടിക്കാൻ പോവാണ്. പേരടിച്ചു. അപ്പോൾ നമ്മുടെ പേരടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ലൈസൻസിൽ ഏത് പേരാണ് എടുക്കുന്നത് ആ പേര് കറക്റ്റ് അങ്ങനെ തന്നെ അടിക്കണതായിരിക്കും നല്ലത്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ട് അത് ഓപ്ഷനിലാണ്, നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാൻ കൊടുക്കുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം അടുത്തത് ഡസ് ദ ന്യൂ കീപ്പർ വാണ്ട് ആൻ ഇമെയിൽ കൺഫർമേഷൻ. അവിടെ നമ്മൾ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് നമ്മുടെ മെയിൽ ID കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൽ ID അവിടെ വരും. പിന്നെ പോസ്റ്റ് കോഡ്, നമ്മൾ വാങ്ങുന്ന പോസ്റ്റ് കോഡ് ഏതാണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ പോസ്റ്റ് കോഡ് വാങ്ങുന്ന ആളുടെ പോസ്റ്റ് കോഡ് നമ്മളവിടെ കൊടുക്കണം. ഞാനൊന്നും കൂടി നമ്മുടെ മെയിൽ ID ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നു എന്നുള്ളൂ, ചെക്ക് ചെയ്യുന്നു എന്നുള്ളൂ. ഇവിടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. നമ്മൾ അടിച്ചു കൊടുക്കുക ഏത് വണ്ടിയാണ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കാം. വണ്ടി ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുക. പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും വെഹിക്കിൾ ഡീറ്റെയിൽസ് ഒന്നുകൂടി വരും. അതും കൂടി ഒരു പ്രാവശ്യം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ന്യൂ കീപ്പർ അഡ്രസ്സ് അങ്ങനെ വരും. നമ്മൾ അടിച്ചു കൊടുത്ത പേര് വരും, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വരും, പോസ്റ്റ് കോഡ്. ഈ പോസ്റ്റ് കോഡിൽ നിന്ന് നമ്മുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത സെയിൽ ഡേറ്റ് എന്നാണ് വാങ്ങിയെന്നുള്ളത്, അപ്പോൾ ആ ഡേറ്റ് ഏതാ ഡേറ്റ് എന്നുള്ള ഡേറ്റും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. മൈലേജ് എത്ര മൈൽസ് ഓടിയിട്ടെന്നുള്ള കാര്യമാണ്, നമുക്ക് ഓപ്ഷനിലാണ്, അത്യാവശ്യമില്ല, അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻഡ് കൺഫേം, ഇത്രേ ഉള്ളൂ. ഇത് കഴിയാൻ പോകുന്ന ലാസ്റ്റ് സ്റ്റേജാണിത്. ഇനി വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. വണ്ടിയുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. നമ്മൾ ന്യൂ കീപ്പർ ഡീറ്റെയിൽസ് ആരാണ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൂടെ വരും. ഡീറ്റെയിൽസ് അതിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ആ ഇതിൽ നമ്മൾ കൺഫേം ചെയ്യണം. അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ്, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഐ ഹാവ് കൺസെൻറ്റ് ടു ദ പാർട്ടി നെയിം ടു നോട്ടിഫൈ DLA, നമ്മളത് ടിക്ക് ചെയ്യണം. ഒരു കൺസെൻറ്റ് കൊടുക്കണം. അതിന് ശേഷം കൺഫേം സെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ നമ്പർ വരും. നമ്മുടെ അപ്ലിക്കേഷൻ ബീങ് പ്രോസസ്ഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ നമ്മളിവിടെ നമ്മുടെ ഇമെയിൽ ID ആണ് കൊടുത്തേക്കണേ. ആ മെയിൽ IDയിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ കൺഫർമേഷൻ്റെ നമുക്ക് ഒരു റെഫറൻസ് നമ്പർ നമുക്കിവിടെ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാവുന്നതുള്ളൂ. നമ്മൾ ഇതാണ് ഈ കാര്യങ്ങൾ, ഈ ഫുൾ പേജ് ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ ഇന്ന ഡേറ്റ് തൊട്ടാണ്, ഇന്ന ഡേറ്റ്, ഇന്ന കാര്യങ്ങൾ, ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കാം. നമുക്ക് ആക്ച്വലി ഇത് പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ മെയിൽ അപ്പോൾ തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആ സെയിൽ നടക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളൂ. താങ്ക്